ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥ കാവൽക്കാരൻ ആരാണ്? ഈയൊരു ചോദ്യം നമ്മളെ കൊണ്ടുപോകുന്നത് വലിയൊരു അധികാര വടംവലിയിലേക്കാണ്. ഒരു വശത്ത് കാലത്തിനനുസരിച്ച് നിയമങ്ങൾ മാറ്റിയെഴുതാൻ അധികാരമുള്ള നമ്മുടെ പാർലമെന്റ്, മറുവശത്ത് ആ ഭരണഘടനയുടെ ആത്മാവിനെ സംരക്ഷിക്കാൻ നിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥ. അപ്പോൾ ഈ മാറ്റാനുള്ള അധികാരവും കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും തമ്മിലുള്ള ആ ഒരു സംഘർഷമില്ലേ, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. ശരിക്കും ഇന്ത്യൻ പാർലമെന്റിന് നമ്മുടെ ഭരണഘടനയെ അപ്പാടെ മാറ്റിയെഴുതാൻ പറ്റുമോ? അതായത് അതിലെ ഏത് ഭാഗം വേണമെങ്കിലും എടുത്തു കളയാനും പുതിയത് ചേർക്കാനും ഒക്കെയുള്ള ഒരു പരിധിയില്ലാത്ത അധികാരം അവർക്കുണ്ടോ? ഈയൊരൊറ്റ ചോദ്യത്തിലാണ് ശരിക്കും പറഞ്ഞാൽ നിയമനിർമ്മാണ സഭയുടെ ശക്തിയും ഭരണഘടനയുടെ ആത്മാവും തമ്മിലുള്ള ആ വലിയ പോരാട്ടത്തിന്റെയെല്ലാം കാതലിരിക്കുന്നത്. ശരി, അപ്പൊ ഈ അധികാരത്തിന്റെ എല്ലാം ഉറവിടം എവിടെ നിന്നാണെന്ന് നോക്കാം. നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 368ലേക്കാണ്. മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് നമ്മുടെ ഭരണഘടനയെ വെറുമൊരു പുസ്തകമായി ഒതുക്കാതെ അതിനെ ഒരു ജീവനുള്ള രേഖയായി നിലനിർത്താൻ പാർലമെന്റിന് കൊടുത്ത ഒരു പവർഫുൾ ടൂളാണ് ഈ ആർട്ടിക്കിൾ. അപ്പോ എന്താണ് ഈ ആർട്ടിക്കിൾ 368 കൃത്യമായി പറയുന്നത്? അത് പാർലമെന്റിന് ഒരു കോൺസ്റ്റിറ്റ്യുവന്റ് പവർ കൊടുക്കുന്നു. അതായത് ഭരണഘടന നിർമ്മിക്കാനുള്ള ഒരു തരം അധികാരം. ഭരണഘടനയിലെ ഏത് വ്യവസ്ഥയും വേണമെങ്കിൽ പുതുതായി ചേർക്കാം, മാറ്റങ്ങൾ വരുത്താം, അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം. നമുക്കിതിനെ ഒരു വീട് പുതുക്കി പണിയുന്നതുമായി താരതമ്യം ചെയ്യാം, അല്ലേ? കാലം മാറുമ്പോൾ നമുക്ക് മുറികളുടെ ഘടന മാറ്റാം, പുതിയ പെയിന്റ് അടിക്കാം, മോഡേൺ ആക്കാം. പക്ഷേ ആ വീടിന്റെ അടിത്തറ തന്നെ ഇളക്കി മാറ്റാൻ പറ്റുമോ? ആ ഒരു ചോദ്യമാണ് ഇവിടെ ഏറ്റവും പ്രധാനം. നമ്മുടെ ഭരണഘടന നിലവിൽ വന്നിട്ട് അധികം കാലമാവാത്ത ആ ഒരു സമയത്ത് എന്തായിരുന്നു അവസ്ഥ? അന്ന് പൊതുവെ എല്ലാവരും കരുതിയിരുന്നത് പാർലമെന്റിന്റെ ഈ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ഒരു അൺലിമിറ്റഡ് പവറാണെന്നാണ്. അതിന് യാതൊരു നിയന്ത്രണങ്ങളുമില്ല, അതിരുകളുമില്ല എന്നായിരുന്നു അന്നത്തെ ഒരു വിശ്വാസം. അത്ഭുതമെന്ന് പറയട്ടെ, തുടക്കത്തിൽ സുപ്രീം കോടതിയുടെ നിലപാടും ഏതാണ്ട് ഇതുതന്നെയായിരുന്നു. മൗലികാവകാശങ്ങൾ, അതായത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉൾപ്പെടെ ഭരണഘടനയുടെ ഒരു ഭാഗവും ഭേദഗതി ചെയ്യാൻ പറ്റാത്തതായിട്ടില്ല എന്നായിരുന്നു കോടതിയും കരുതിയത്. അതിനൊരു കാരണവുമുണ്ട്. ആർട്ടിക്കിൾ 13 അനുസരിച്ച് നമ്മുടെ മൗലികാവകാശങ്ങളെ ഹനിക്കുന്ന ഒരു നിയമവും പാടില്ല. പക്ഷേ ശങ്കരി പ്രസാദ് കേസ് പോലെയുള്ള ആദ്യകാല കേസുകളിൽ കോടതി ഒരു കാര്യം പറഞ്ഞു. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടുകൾ ആർട്ടിക്കിൾ 13ൽ പറയുന്ന ഒരു സാധാരണ ലോ അല്ല. അതുകൊണ്ടുതന്നെ പാർലമെന്റിന് ഫണ്ടമെന്റൽ റൈറ്റ്സ് പോലും ഭേദഗതി ചെയ്യാം. ഇതായിരുന്നു അന്നത്തെ ലൈൻ. എന്നാൽ ഈയൊരു സമാധാനപരമായ അന്തരീക്ഷം അധികകാലം നീണ്ടുനിന്നില്ല. പതിയെ പതിയെ പാർലമെന്റിന്റെ ഈ അധികാരത്തിന് ഒരു അതിര് വേണ്ടേ എന്ന ചോദ്യം ഉയർന്നുവന്നു. ഇതോടെ നമ്മുടെ നിയമനിർമ്മാണ സഭയും നീതിന്യായ വ്യവസ്ഥയും തമ്മിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു വലിയ വടംവലിക്ക് തുടക്കം കുറിക്കുകയായിരുന്നു. ഈ അധികാര വടംവലിയുടെ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഏടുകൾ നമുക്ക് നോക്കാം. 1967 ഗോലക്നാഥ് കേസിലാണ് ആദ്യമായി സുപ്രീം കോടതി പാർലമെന്റിന്റെ അധികാരത്തിന് ഒരു ബ്രേക്ക് ഇടുന്നത്. ഇത് വലിയ കോളിളക്കമുണ്ടാക്കി. അത് ചെന്നെത്തിയത് 1973 കേശവനാന്ദ ഭാരതി കേസിലാണ്. അവിടെയാണ് ഇന്ത്യൻ നിയമചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ അഥവാ അടിസ്ഥാന ഘടനാ സിദ്ധാന്തം ഉണ്ടാകുന്നത്. പക്ഷേ പാർലമെന്റ് വിട്ടുകൊടുക്കാൻ ഒരുക്കമായിരുന്നില്ല. 1976 42ാം ഭേദഗതിയിലൂടെ തങ്ങളുടെ അധികാരം ചോദ്യം ചെയ്യപ്പെടാനാവാത്തതാണെന്ന് അവർ പ്രഖ്യാപിച്ചു. അവസാനം ഈ പോരാട്ടത്തിനൊരു ക്ലൈമാക്സ് ഉണ്ടാകുന്നത് 1980 മിനർവ മിൽസ് കേസിലാണ്. സുപ്രീം കോടതി ഒരു അവസാന വാക്ക് പറഞ്ഞു. നമുക്ക് ഈ സംഭവങ്ങളിലൂടെ ഒന്ന് വിശദമായിട്ട് തന്നെ പോകാം. നമുക്ക് 1967 പോകാം. ഈ ഭരണഘടനാ ചരിത്രത്തിലെ ഒരു നിർണായക വഴിത്തിരിവടയാളപ്പെടുത്തിയ വർഷമായിരുന്നു അത്. കാര്യങ്ങൾ മാറാൻ തുടങ്ങുകയാണ്. ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് കേസിലെ സുപ്രീം കോടതി വിധി അതുവരെ നിലനിന്നിരുന്ന ഈ ധാരണയെ അടിമുടി ചോദ്യം ചെയ്തു. പാർലമെന്റിന്റെ അധികാരത്തിന് ശരിക്കും പരിധികളുണ്ടോ എന്ന ചോദ്യം ഇതോടെ വളരെ ശക്തമായി ഉയർന്നുവന്നു. അപ്പോ ഈ ഗോലക്നാഥ് കേസിൽ സുപ്രീം കോടതി ശരിക്കും ഒരു മലക്കം മറിച്ചിലാണ് നടത്തിയത്. അതുവരെയുണ്ടായിരുന്ന എല്ലാ നിലപാടുകളും തിരുത്തി. ആലോചിച്ചു നോക്കൂ, 6-നെതിരെ 5, ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ഒരു വിധി വന്നു. എന്തായിരുന്നു ആ വിധി? പാർലമെന്റിന് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ തൊടാൻ പറ്റില്ല. എന്തുകൊണ്ട്?
കോടതി പറഞ്ഞത് ഇതാണ്: ആർട്ടിക്കിൾ 368 വെച്ച് ചെയ്യുന്ന ഭേദഗതിയും ആർട്ടിക്കിൾ 13ന്റെ കീഴിലുള്ള ലോ, അതായത് നിയമം എന്നതിന്റെ നിർവചനത്തിൽ വരും. ആർട്ടിക്കിൾ 13 വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ഹനിക്കുന്ന ഒരു നിയമവും നിലനിൽക്കില്ല എന്ന്. അപ്പോൾ പിന്നെ ഭേദഗതിക്കും അത് ബാധകമല്ലേ? അതായിരുന്നു കോടതിയുടെ പോയിന്റ്. ഈ ഉദ്ധരണി നോക്കൂ. ഇത് ആ വിധിയുടെ ആത്മാവാണ്. മൗലിക അവകാശങ്ങൾക്ക് ട്രാൻസെൻഡന്റൽ ആൻഡ് ഇമ്മ്യൂട്ടബിൾ, അതായത് പവിത്രവും ഒരു കാരണവശാലും മാറ്റാനാവാത്തതുമായ ഒരു സ്ഥാനമാണ് നമ്മുടെ ഭരണഘടന നൽകിയിരിക്കുന്നത്. അത് വെറുമൊരു നിയമനിർമ്മാണം കൊണ്ട് മാറ്റാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ടുതന്നെ അത് പാർലമെന്റിന്റെ അധികാരപരിധിക്ക് പുറത്താണ്. അപ്പോ ജുഡീഷ്യറിയുടെ ഈ നീക്കം പാർലമെന്റ് അത്ര പെട്ടെന്നൊന്നും അംഗീകരിച്ചില്ല. അവർ ശക്തമായ ഒരു നിയമനിർമ്മാണത്തിലൂടെ തന്നെ തിരിച്ചടിച്ചു. 1971 24ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പാർലമെന്റ് ഗോലക്നാഥ് വിധിയെ മറികടക്കാൻ ശ്രമിച്ചു. അതിനായി അവർ 2 പ്രധാന കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, ആർട്ടിക്കിൾ 13 ഭേദഗതി ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഈ ലോ എന്ന വാക്കിന്റെ നിർവചനത്തിൽ ഭരണഘടനാ ഭേദഗതി വരില്ല എന്ന്. 2, ആർട്ടിക്കിൾ 368 ഭേദഗതി ചെയ്ത് മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതൊരു ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ട് എന്ന് സംശയത്തിനിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചു. ഇതോടെ കളമൊരുങ്ങി. പാർലമെന്റും ജുഡീഷ്യറിയും തമ്മിലുള്ള ഈ അധികാരവടംവലിയുടെ അവസാന അംഗത്തിനുള്ള കളമൊരുങ്ങി. അത് ഇന്ത്യൻ നിയമചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ കേസിലേക്ക് നയിച്ചു. അതെ, 24ാം ഭേദഗതിയുടെ നിയമസാധുത ചോദ്യം ചെയ്യപ്പെട്ട കേശവനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസ്. ഈ കേസ് പരിഗണിച്ചത് സുപ്രീം കോടതിയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ ബെഞ്ചാണ്. 13 ജഡ്ജിമാരടങ്ങുന്ന ഒരു ബെഞ്ച്. കേശവാനന്ദ ഭാരതി കേസിലെ വിധി ശരിക്കും പറഞ്ഞാൽ അതൊരു മാസ്റ്റർ പീസായിരുന്നു. ഒരു ബ്രില്യന്റ് കംപ്രമൈസ്. ആ തർക്കത്തിന് വളരെ മനോഹരമായ ഒരു പരിഹാരം കണ്ടു. കോടതി എന്തു ചെയ്തു? ഗോലക്നാഥ് കേസിലെ വിധി അസാധുവാക്കി. എന്നിട്ട് പാർലമെന്റ് കൊണ്ടുവന്ന 24ാം ഭേദഗതി ശരിവെച്ചു. അതിനർത്ഥമെന്താ? ശരി, പാർലമെന്റിന് മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാം. പക്ഷെ അവിടെയാണ് ട്വിസ്റ്റ്. അതേ ശ്വാസത്തിൽ കോടതി ഒരു പുതിയ ലിമിറ്റേഷൻ, ഒരു പുതിയ പരിധി വെച്ചു. അതാണ് ബേസിക് സ്ട്രക്ചർ. അതായത് നിങ്ങൾക്ക് ഭേദഗതി ചെയ്യാം, പക്ഷെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ, അതിന്റെ ആത്മാവിനെ മാറ്റാൻ നിങ്ങൾക്ക് അധികാരമില്ല. കണ്ടോ ആ ബാലൻസിംഗ്? ഈ 7:6 എന്ന കണക്കുണ്ടല്ലോ, ഇത് കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരു രോമാഞ്ചം വരും. ഇന്ത്യൻ ഭരണഘടനാ ചരിത്രത്തിലെ ഏറ്റവും വലിയ സിദ്ധാന്തം, ഈ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിനുണ്ടായത് വെറും ഒറ്റ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. 7-നെതിരെ 6. ആലോചിച്ച് നോക്കൂ, ഒരു ജഡ്ജിയുടെ വോട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ജനാധിപത്യത്തിന്റെ ചരിത്രം തന്നെ മറ്റൊന്നായനെ. അത്രയ്ക്ക് നാടകീയമായിരുന്നു ആ വിധി. അപ്പോൾ പിന്നെ ഒരു സന്തുലിതാവസ്ഥ വേണ്ടേ? ആ ഒരു ശ്രമമാണ് നമ്മളെ ഇന്ത്യൻ ഭരണഘടനാ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ വിധിയിലേക്ക് എത്തിക്കുന്നത്. കേശവാനന്ദ ഭാരതി കേസ്. പാർലമെന്റിന്റെ ഭേദഗതി ചെയ്യാനുള്ള അധികാരത്തെയും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാം എന്നതായിരുന്നു ഇവിടത്തെ പ്രധാന ചോദ്യം. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന ഈ വാക്കുകൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ തന്നെ ഗതി മാറ്റിയ ഒന്നാണ്. 1973 കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതിയുടെ ചരിത്രപ്രസിദ്ധമായ വിധി ഇങ്ങനെയായിരുന്നു: ആർട്ടിക്കിൾ 368 ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ അഥവാ അടിസ്ഥാന ഘടന മാറ്റാൻ പാർലമെന്റിന് അധികാരം നൽകുന്നില്ല. ഒറ്റവാചകം. പക്ഷെ അതോടെ എല്ലാം മാറി. പാർലമെന്റിന്റെ അധികാരത്തിന് വ്യക്തമായ ഒരു ലക്ഷ്മണരേഖ വരയ്ക്കപ്പെട്ടു. നിങ്ങൾക്ക് ഭരണഘടന മാറ്റിയെഴുതാം, പക്ഷേ അതിന്റെ ആത്മാവിനെ, അതിന്റെ ഫൗണ്ടേഷനെ നിങ്ങൾക്ക് തൊടാൻ കഴിയില്ല. അപ്പൊ എന്താണ് ഈ വിധി കൊണ്ടുവന്ന യഥാർത്ഥ മാറ്റം? നമുക്ക് കേശവാനന്ദ ഭാരതിക്ക് മുൻപും ശേഷവും എന്ന് വേർതിരിച്ചു നോക്കാം. കേസിന് മുൻപ് ഗോലക്നാഥ് കേസ് കാരണം ഫണ്ടമെന്റൽ റൈറ്റ്സിൽ തൊടാനേ പാർലമെന്റിന് പറ്റില്ലായിരുന്നു. എന്നാൽ കേശവാനന്ദ ഭാരതി വിധിക്ക് ശേഷം കാര്യങ്ങൾ മാറി. പാർലമെന്റിന് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാനുള്ള അധികാരം തിരികെ കിട്ടി. പക്ഷേ ഒരൊറ്റ കണ്ടീഷൻ: ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ തകർക്കാൻ പാടില്ല. ഇതൊരു ബ്രില്യൻ സൊല്യൂഷനായിരുന്നു. സുപ്രീം കോടതിയുടെ ഈ ബേസിക് സ്ട്രക്ചർ എന്ന പുതിയ ആശയം പാർലമെന്റിന് അത്ര പെട്ടെന്നൊന്നും ദഹിച്ചില്ല. തങ്ങളുടെ പരമാധികാരത്തിനു മുകളിലുള്ള ഒരു കടന്നുകയറ്റമായിട്ടാണ് പലരും ഇതിനെ കണ്ടത്. സ്വാഭാവികമായും അവർ വെറുതെയിരുന്നില്ല. സുപ്രീം കോടതിയുടെ ഈ പുതിയ കണ്ടുപിടുത്തത്തെ മറികടക്കാനും തങ്ങളുടെ നഷ്ടപ്പെട്ടുവെന്ന് തോന്നിയ ആ പരിധിയില്ലാത്ത അധികാരം വീണ്ടെടുക്കാനും അവരൊരുങ്ങി. ആ ഒരു ശ്രമമാണ് 1976 42ാം ഭേദഗതിയായി പുറത്തുവന്നത്. ഇതിന് ഒരു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പോലും വിളിക്കാറുണ്ട്. കാരണം അത്രയധികം മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നു.
പാർലമെന്റ് ഒരു കാര്യം തുറന്നടിച്ചു. ഞങ്ങളുടെ ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം അൺലിമിറ്റഡ് ആണ്. അതിനെ ഈ രാജ്യത്തെ ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ പാടില്ല. ഇത് ബേസിക് സ്ട്രക്ചർ എന്ന ആശയത്തെ മാത്രമല്ല, കോടതികൾക്ക് നിയമങ്ങളെ പുനഃപരിശോധിക്കാനുള്ള ജുഡീഷ്യൽ റിവ്യൂ എന്ന അധികാരത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള ഒരു നേരിട്ടുള്ള ശ്രമമായിരുന്നു. ഈ പോരാട്ടത്തിന് ഒരു അന്ത്യം കുറിച്ചത് 1980-ലെ മിനർവ മിൽസ് കേസാണ്. ഇവിടെയാണ് സുപ്രീം കോടതി അവസാന വാക്ക് പറയുന്നത്. പാർലമെന്റ് 42ാം ഭേദഗതിയിലൂടെ മുന്നോട്ടുവെച്ച 2 പ്രധാന വാദങ്ങളെയും കോടതി തകർത്തു. ഒന്നാമത്തെ വാദം, ഞങ്ങളുടെ ഭേദഗതി അധികാരം പരിധിയില്ലാത്തതാണ്. കോടതി പറഞ്ഞു, അസാധുവാണ്. കാരണം പരിമിതമായ ഭേദഗതി അധികാരം അഥവാ ലിമിറ്റഡ് എമെൻഡിംഗ് പവർ എന്നത് തന്നെ ഭരണഘടനയുടെ ഒരു ബേസിക് ഫീച്ചറാണ്. രണ്ടാമത്തെ വാദം, ഒരു ഭേദഗതിയെയും കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല. കോടതി പറഞ്ഞു, അതും അസാധുവാണ്. കാരണം ജുഡീഷ്യൽ റിവ്യൂ എന്നത് ഭരണഘടനയുടെ മറ്റൊരു ബേസിക് ഫീച്ചറാണ്. അതോടെ ഈ അധികാര വടംവലിക്കൊരു തീരുമാനമായി. ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ പാറ പോലെ ഉറച്ചു. അപ്പോ പതിറ്റാണ്ടുകളോളം നീണ്ടുനിന്ന ഈ വലിയ നിയമപോരാട്ടത്തിന്റെ ഫലമെന്താണ്? എന്തിനാണിത് നമുക്ക് ഓരോരുത്തർക്കും ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത്? ഇത് വെറും വക്കീലന്മാർക്കും ന്യായാധിപന്മാർക്കും വേണ്ടിയുള്ളൊരു വിഷയമല്ല. ഇത് നമ്മുടെയെല്ലാം ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ നിർണയിക്കുന്ന ഒന്നാണ്. ഒരു അധികാര സന്തുലനം. അതാണിതിന്റെ എല്ലാം ഫലം. ഇതിന്റെ ജനാധിപത്യപരമായ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, നമ്മുടെ ഭരണഘടനയ്ക്ക് അതിന്റെ ആത്മാവ് നഷ്ടപ്പെടാതെ തന്നെ കാലത്തിനനുസരിച്ച് വളരാൻ കഴിയുമെന്ന് ഇത് ഉറപ്പുവരുത്തുന്നു. ഒരു ജീവനുള്ള രേഖയായി അത് നിലനിൽക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പാർലമെന്റിൽ താൽക്കാലികമായി ഒരു ഭൂരിപക്ഷം കിട്ടിയെന്നതുകൊണ്ട് മാത്രം ഒരു ഗവൺമെന്റിനും രാജ്യത്തിന്റെ അടിസ്ഥാന ആദർശങ്ങളെ തച്ചുടയ്ക്കാൻ കഴിയില്ലെന്ന് ഇത് ഉറപ്പു നൽകുന്നു. മൂന്നാമതായി, പാർലമെന്റിന്റെ പരമാധികാരവും കോടതിയുടെ അധികാരവും തമ്മിൽ ഒരു ഹാർമണി, ഒരു സന്തുലിതാവസ്ഥ ഇത് കൊണ്ടുവരുന്നു. ആരും ആർക്കും മുകളിലല്ല. അവസാനമായി ഒരു കാര്യം അടിവരയിട്ട് പറയുന്നു. ഈ രാജ്യത്ത് പാർലമെന്റിനും കോടതിക്കും മുകളിലാണ് ഭരണഘടന. അതാണ് പരമോന്നതമായ നിയമം. ഈ ചർച്ച അവസാനിപ്പിക്കാൻ മിനർവ മിൽസ് കേസിലെ ഈ വാക്കുകളേക്കാൾ മികച്ച മറ്റൊന്നുമില്ല. പരിമിതമായ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവങ്ങളിലൊന്നാണ്. അതിനാൽ ആ അധികാരത്തിന്മേലുള്ള പരിധികൾ നശിപ്പിക്കാൻ കഴിയില്ല. ഈയൊരു വിധിയിലൂടെ സുപ്രീം കോടതി ഒരു കാര്യം സംശയത്തിനിടയില്ലാത്ത വിധം വ്യക്തമാക്കി. ഭരണഘടനയെ ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിന് നൽകിയത് ഭരണഘടന തന്നെയാണ്. അതുകൊണ്ട് ആ അധികാരം ഉപയോഗിച്ച് ആ അധികാരം നൽകിയ ഉറവിടത്തെ തന്നെ, അതായത് ഭരണഘടനയെ തന്നെ ഇല്ലാതാക്കാൻ പാർലമെന്റിന് സാധിക്കില്ല. ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ സംരക്ഷണ കവചം. The evolution of basic structure doctrine. യഥാർത്ഥ ആശയം. ജർമ്മൻ ഭരണഘടന. നാഴികക്കല്ലായ വിധി. കേശവാനന്ദ ഭാരതി കേസ് 1973. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന പ്രയോഗം ആദ്യമായി ഉപയോഗിച്ചു. അടിസ്ഥാന ഘടനയുടെ ഘടകങ്ങൾ: ഭരണഘടനയുടെ മേൽക്കോയ്മ, പാർലമെന്ററി സംവിധാനം, സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ്, ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം, ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള പാർലമെന്റിന്റെ അധികാരപരിധി, ആർട്ടിക്കിൾ 32, 136, 141, 142 പ്രകാരം സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ, ആർട്ടിക്കിൾ 226, 227 പ്രകാരം ഹൈക്കോടതികളുടെ അധികാരങ്ങൾ. ശങ്കരി പ്രസാദ് കേസും സജ്ജൻ സിംഗ് കേസും 1951, 1965. ഭരണഘടനയുടെ 368-ാം ആർട്ടിക്കിൾ പ്രകാരം ഭരണഘടന ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് പൂർണ്ണ അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി വിധിച്ചു. ഗോലക്നാഥ് വേഴ്സസ് പഞ്ചാബ് സംസ്ഥാനം 1967. പാർലമെന്റിന് മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ കഴിയില്ല. ഈ അധികാരം ഒരു ഭരണഘടനാ അസംബ്ലിക്ക് മാത്രമേ ഉള്ളൂ. 1971 24ാം ഭേദഗതി നിയമം അവതരിപ്പിച്ചു. കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1973. പാർലമെന്റിന് ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ കഴിയും. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയോ അവശ്യ സവിശേഷതകളോ മാറ്റാൻ അതിന് കഴിയില്ല. ഇന്ദിരാ നെഹ്റു ഗാന്ധി വേഴ്സസ് രാജ് നരേൻ 1975. അടിസ്ഥാന ഘടനയുടെ സിദ്ധാന്തം വീണ്ടും ഉറപ്പിക്കുകയും 39ാം ഭേദഗതി നിയമത്തിലെ ഒരു വ്യവസ്ഥ
പ്രധാനമന്ത്രിയും സ്പീക്കറും ഉൾപ്പെടുന്ന തിരഞ്ഞെടുപ്പ് തർക്കങ്ങൾ എല്ലാ കോടതികളുടെയും അധികാരപരിധിക്ക് പുറത്ത് സൂക്ഷിക്കുന്നത് അസാധുവാക്കുകയും ചെയ്തു. മിനർവ മിൽസ് vs യൂണിയൻ ഓഫ് ഇന്ത്യ 1980. ജുഡീഷ്യൽ അവലോകനവും മൗലികാവകാശങ്ങളും DPSPയും തമ്മിലുള്ള യോജിപ്പും അടിസ്ഥാന ഘടനയിൽ ചേർത്തു. വാമൻ റാവു vs യൂണിയൻ ഓഫ് ഇന്ത്യ 1981. കേശവഭാരതി കേസിലെ വിധിന്യായ തീയതിക്ക് ശേഷം നടപ്പിലാക്കുന്ന ഭരണഘടനാ ഭേദഗതികൾക്ക് ഈ സിദ്ധാന്തം ബാധകമാകുമെന്ന് സുപ്രീം കോടതി വിധിച്ചു. ഇന്ദിരാ സാവ്നി vs യൂണിയൻ ഓഫ് ഇന്ത്യ 1992. നിയമവാഴ്ച അടിസ്ഥാന ഘടനയുടെ ഭാഗമായി പ്രഖ്യാപിച്ചു. SR ബൊമ്മൈ vs യൂണിയൻ ഓഫ് ഇന്ത്യ 1994. ഫെഡറലിസം, മതേതരത്വം, ജനാധിപത്യം, രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും, സാമൂഹിക നീതി എന്നിവ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയായി ആവർത്തിച്ചു. നമസ്കാരം. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ്, അതിന്റെ ഏറ്റവും കാതലായ ഭാഗം, അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു ആശയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. പരീക്ഷകൾക്കൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന, നിയമവിദ്യാർത്ഥികൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ അഥവാ അടിസ്ഥാന ഘടനാ സിദ്ധാന്തം. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാമല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗമാണ് പാർലമെന്റിന് എന്ത് ഭൂരിപക്ഷമുണ്ടായാലും ഒരിക്കലും തൊടാൻ പോലും പറ്റാത്തത്, അതായത് മാറ്റാനോ നശിപ്പിക്കാനോ കഴിയാത്തത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ ഇന്ന് മുഴുവൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതെ, ആ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്: ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ അഥവാ അടിസ്ഥാന ഘടനാ സിദ്ധാന്തം. എന്താണിത് സംഭവം? സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മുടെ ഭരണഘടനയ്ക്ക് ചില അടിസ്ഥാന സ്വഭാവങ്ങളുണ്ട്. അതിനെ മാറ്റാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ പാർലമെന്റിന് കഴിയില്ല. എത്ര വലിയ ഭൂരിപക്ഷത്തിൽ ഭേദഗതി കൊണ്ടുവന്നാലും ശരി, ഇത് ശരിക്കും ഭരണഘടനയുടെ ആത്മാവിനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഒരു രക്ഷാകവചം പോലെയാണ്. ഇനി ഏതൊക്കെയാണ് ഈ അടിസ്ഥാന ഘടകങ്ങളെന്ന് ആരാ തീരുമാനിക്കുന്നത് എന്നല്ലേ? അത് സുപ്രീം കോടതിയാണ്. കാലത്തിനനുസരിച്ച് കോടതി അത് വ്യാഖ്യാനിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ ഈ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ അല്ല, ഒരുപാടുണ്ട്. പക്ഷെ പേടിക്കണ്ട, നമുക്കിത് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് 4 പ്രധാന ഗ്രൂപ്പുകളായി തിരിക്കാം. ഏതൊക്കെയാണെന്നല്ലേ? 1. നമ്മുടെ രാഷ്ട്രത്തിന്റെ അടിസ്ഥാന സ്വത്വം. 2. ഭരണത്തിന്റെ നെടുംതൂണുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 3. നമ്മളെപ്പോലുള്ള പൗരന്മാരുടെ അവകാശങ്ങളും ക്ഷേമവും. പിന്നെ 4-മതായി ഇതെല്ലാം സംരക്ഷിക്കാൻ നിൽക്കുന്ന ജുഡീഷ്യറിയുടെ പങ്ക്. റെഡിയല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ വിഭാഗത്തിലേക്ക് കടക്കാം. രാഷ്ട്രത്തിന്റെ അടിസ്ഥാന സ്വത്വം, അതായത് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഐഡന്റിറ്റി, അതിന്റെ ഏറ്റവും മൗലികമായ സ്വഭാവം എന്താണെന്ന് പറയുന്ന കാര്യങ്ങൾ. ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് സോവറൻ, ഡെമോക്രാറ്റിക് ആൻഡ് റീപബ്ലിക്കൻ നേച്ചർ. അതായത് ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമാണ്. നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്, പുറത്തുനിന്ന് ആരുമല്ല. പിന്നെ ഡെമോക്രാറ്റിക്, അധികാരം ജനങ്ങളുടെ കയ്യിലാണ്. റീപബ്ലിക്കൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രത്തലവൻ തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്, പാരമ്പര്യമായി വരുന്ന രാജാവോ രാജ്ഞിയോ അല്ല. പിന്നെ വരുന്നു ഭരണഘടനയുടെ സെക്യുലർ ക്യാരക്ടർ അഥവാ മതേതര സ്വഭാവം. ഈ പറഞ്ഞതെല്ലാം അവസാനം എന്തിനാണെന്നറിയാമോ? നമ്മുടെ രാജ്യത്തിന്റെ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി, അതായത് ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ. ഈ മതേതരത്വം അഥവാ സെക്യുലറിസം എന്നു പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ത്യയുടേത് ഒരു പോസിറ്റീവ് കോൺസെപ്റ്റ് ഓഫ് സെക്യുലറിസമാണ്. വെസ്റ്റേൺ രാജ്യങ്ങളിൽ എങ്ങനെയാ? മതവും ഭരണകൂടവും തമ്മിൽ ഒരു ബന്ധവുമില്ല, രണ്ടും രണ്ടാണ്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇവിടെ ഭരണകൂടം ഒരു മതത്തിൽ നിന്നും മാറി നിൽക്കുകയല്ല ചെയ്യുന്നത്. പകരം എല്ലാ മതങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കുകയും എല്ലാ മതങ്ങൾക്കും തുല്യമായ സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. ഒരു മതത്തോട് പ്രത്യേക അടുപ്പമോ മറ്റൊരു മതത്തോട് വിരോധമോ ഇല്ല, എല്ലാവരും തുല്യം. ശരി, അപ്പൊ രാഷ്ട്രത്തിന്റെ സ്വത്വം നമ്മൾ കണ്ടു. ഇനി രണ്ടാമത്തെ വിഭാഗത്തിലേക്ക് വരാം. ഭരണത്തിന്റെ നെടും തൂണുകൾ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഭരണ സംവിധാനത്തെ താങ്ങി നിർത്തുന്ന അടിസ്ഥാന തത്വങ്ങൾ. നമ്മുടെ രാജ്യം എങ്ങനെയാണ് ഭരിക്കപ്പെടേണ്ടത് എന്ന് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് ഈ നെടുംതൂണുകൾ? നോക്കാം. ഒന്നാമത്തേത് സുപ്രീമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഭരണഘടനയാണ് ഏറ്റവും മുകളിൽ. രണ്ടാമത്തേത് നമ്മുടെ ഫെഡറൽ ക്യാരക്ടർ, കേന്ദ്രവും സംസ്ഥാനങ്ങളും അധികാരം പങ്കുവയ്ക്കുന്ന ആ ഒരു രീതി. മൂന്നാമത്തേത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, സെപ്പറേഷൻ ഓഫ് പവേഴ്സ് അഥവാ അധികാര വിഭജനം. പിന്നെ നാലാമത് റൂൾ ഓഫ് ലോ, നിയമവാഴ്ച. നിയമത്തിനു മുന്നിൽ പ്രധാനമന്ത്രിയായാലും സാധാരണക്കാരനായാലും ഒരുപോലെ.
ഈ 4 തൂണുകളാണ് നമ്മുടെ ഭരണ സംവിധാനത്തെ ശക്തമായി നിർത്തുന്നത്. ഈ സുപ്രീമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് കുറച്ചുകൂടി വിശദമായി നോക്കാം. സിമ്പിളാണ്. രാജ്യത്തെ ഏറ്റവും വലിയ നിയമം, സുപ്രീം ലോ ഓഫ് ദ ലാൻഡ്, അത് നമ്മുടെ ഭരണഘടനയാണ്. പാർലമെന്റ് ഒരു നിയമം പാസാക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന നിയമസഭ ഒരു നിയമമുണ്ടാക്കുന്നു എന്ന് വയ്ക്കാം. ആ നിയമം ഭരണഘടനയുടെ ഏതെങ്കിലും ഭാഗത്തിനെതിരാണെങ്കിൽ കോടതിക്ക് നേരെ വന്ന് പറയാം, ഈ നിയമം കൊള്ളില്ല, ഇത് അസാധുവാണ് എന്ന്. ചുരുക്കി പറഞ്ഞാൽ ആരും ഒരു സ്ഥാപനവും ഭരണഘടനയ്ക്ക് മുകളിലല്ല. അതാണ് പോയിന്റ്. അടുത്തത് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. ഇത് വളരെ രസകരമായ ഒരു ഏർപ്പാടാണ്. നമ്മുടെ ഭരണത്തിന് 3 പ്രധാന ഭാഗങ്ങളുണ്ട്, അല്ലേ? നിയമങ്ങളുണ്ടാക്കുന്ന ലെജിസ്ലേച്ചർ, അത് നടപ്പിലാക്കുന്ന എക്സിക്യൂട്ടീവ്, പിന്നെ നിയമം ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുന്ന ജുഡീഷ്യറി. ഈ 3 കൂട്ടർക്കും അവരവരുടെ അധികാരങ്ങളുണ്ട്. ആരും മറ്റൊരാളുടെ അധികാരത്തിൽ കയറി ഇടപെടാൻ പാടില്ല. എന്തിനാണിങ്ങനെ ചെയ്യുന്നത്? അധികാരം മുഴുവൻ ഒരാളുടെ കയ്യിൽ കിട്ടിയാൽ എന്ത് സംഭവിക്കും? അത് ഒഴിവാക്കാനാണ് ഈയൊരു ബാലൻസ്. ഓക്കെ, ഇനി നമ്മൾ 3ാമത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇത് നമ്മൾ ഓരോരുത്തരെയും, എന്നെയും നിങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. പൗരന്മാരുടെ അവകാശങ്ങളും ക്ഷേമവും, നമ്മുടെ സ്വാതന്ത്ര്യം, അന്തസ്സ്, സാമൂഹിക നീതി, ഇതെല്ലാം ഉറപ്പാക്കുന്ന ഘടകങ്ങൾ. ഇതിൽ വരുന്ന കാര്യങ്ങൾ ശരിക്കും നമ്മുടെ ഭരണഘടനയുടെ ഹൃദയമാണെന്ന് പറയാം. നോക്കൂ, ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യവും അന്തസ്സും, ഫ്രീഡം ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ, പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വാലിറ്റി, സമത്വത്തിനുള്ള തത്വം, ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന ആശയം, അതായത് എല്ലാവർക്കും സാമൂഹികവും സാമ്പത്തികവുമായ നീതി ഉറപ്പാക്കുന്ന ഒരു ക്ഷേമരാഷ്ട്രം. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള ഒരു യോജിപ്പും ബാലൻസും. ഇതെല്ലാം ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ്. ക്ഷേമരാഷ്ട്രം എന്ന് പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് സുപ്രീംകോടതി പറഞ്ഞിട്ടുള്ളൊരു കാര്യം നോക്കൂ. എന്താ പറയുന്നത്? എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി നൽകുന്ന ഒരു സമത്വാധിഷ്ഠിത സാമൂഹിക ക്രമം സ്ഥാപിക്കാനാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്നതെന്ന്. കണ്ടില്ലേ, ഭരണഘടനയുടെ ലക്ഷ്യം വെറുമൊരു ഗവൺമെന്റ് ഉണ്ടാക്കി ഭരിക്കുക എന്നല്ല, മറിച്ച് ഇവിടെയുള്ള ഓരോ പൗരനും നീതി ഉറപ്പാക്കുക എന്നതാണ്. ശരി, നമ്മൾ അവസാനത്തെ, അതായത് 4ാമത്തെ വിഭാഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ജുഡീഷ്യറിയുടെ സംരക്ഷക റോൾ. ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ ആര് സംരക്ഷിക്കും? അവിടെയാണ് ജുഡീഷ്യറിയുടെ റോൾ വരുന്നത്. ഭരണഘടനയുടെയും നമ്മുടെയൊക്കെ അവകാശങ്ങളുടെയും അവസാനത്തെ കാവൽക്കാരനാണ് ജുഡീഷ്യറി. അതിന് കോടതികളെ സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ജുഡീഷ്യൽ റിവ്യൂ ആണ്. അതിലേക്ക് നമുക്ക് വരാം. പിന്നെ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, അതായത് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം. ആരുടെയും സമ്മർദ്ദമില്ലാതെ കോടതികൾക്ക് പ്രവർത്തിക്കാൻ കഴിയണം. അതുപോലെ എഫക്റ്റീവ് ആക്സസ് ടു ജസ്റ്റിസ്, സാധാരണക്കാർക്ക് നീതിക്കു വേണ്ടി കോടതിയെ സമീപിക്കാൻ കഴിയണം. ഇതുകൂടാതെ നമ്മുടെ ഭരണഘടന സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും ആർട്ടിക്കിൾ 32, 136, 226 പോലെയുള്ള ചില പ്രത്യേക അധികാരങ്ങൾ നൽകുന്നുണ്ട്. ഇതെല്ലാം ചേരുമ്പോഴാണ് ജുഡീഷ്യറി ഒരു യഥാർത്ഥ സംരക്ഷകനാവുന്നത്. അപ്പൊ എന്താണ് ഈ ജുഡീഷ്യൽ റിവ്യൂ? പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണിത്. സിമ്പിളായി പറഞ്ഞാൽ, ഗവൺമെന്റ് എന്തു ചെയ്താലും പാർലമെന്റ് എന്ത് നിയമം പാസാക്കിയാലും അത് ഭരണഘടനയ്ക്ക് അനുസരിച്ചാണോ എന്ന് പരിശോധിക്കാനുള്ള കോടതിയുടെ അധികാരമാണ് ജുഡീഷ്യൽ റിവ്യൂ. ഭരണഘടനയാണ് സുപ്രീം എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ സുപ്രീമസി ഉറപ്പാക്കുന്ന ഏറ്റവും പവർഫുള്ളായ ഒരു ടൂളാണ് ഈ ജുഡീഷ്യൽ റിവ്യൂ. അപ്പോൾ നമ്മൾ 4 പ്രധാന വിഭാഗങ്ങളും ചർച്ച ചെയ്തു കഴിഞ്ഞു. പക്ഷേ തീരുന്നില്ല. നമ്മുടെ ജനാധിപത്യത്തിന്റെ അടിത്തറ ഉറപ്പിക്കുന്ന നിർണായകമായ മറ്റു ചില ഘടകങ്ങൾ കൂടിയുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. അതിലൊന്നാണ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ്, സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പുകൾ. ഇതില്ലെങ്കിൽ പിന്നെ ജനാധിപത്യമെന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ഇത് അതിന്റെ ജീവശ്വാസമാണ്. രണ്ടാമത്തേത് ലിമിറ്റഡ് പവർ ഓഫ് പാർലമെന്റ് ടു എമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓർക്കുന്നുണ്ടോ, നമ്മളീ വിഷയം തുടങ്ങിയത് തന്നെ ഇവിടെ നിന്നാണ്. പാർലമെന്റിന് ഭരണഘടന ഭേദഗതി ചെയ്യാം, പക്ഷേ ആ അധികാരത്തിന് ഒരു പരിധിയുണ്ട്. ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവം മാറ്റാൻ ആർക്കും കഴിയില്ല. ചുരുക്കി പറഞ്ഞാൽ, നമ്മളിന്ന് സംസാരിച്ച ഈ ഘടകങ്ങളൊന്നും വെറും നിയമങ്ങളോ ചട്ടങ്ങളോ അല്ല. ഇവ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവാണ്, അതിന്റെ ജീവനാണ്. ഒരു കാരണവശാലും മാറ്റിമറിക്കാൻ പാടില്ലാത്ത തത്വങ്ങൾ. ഈ ആത്മാവിനെയാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്ന കാവൽക്കാരൻ എന്നേക്കുമായി സംരക്ഷിച്ചു നിർത്തുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രത്തിൽ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ഒരു നിർണായകമായ വഴിത്തിരിവാണ്. ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവം സംരക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടെ രൂപം കൊണ്ട ഈ സിദ്ധാന്തം
കാലക്രമേണ നിയമനിർമ്മാണ അധികാരത്തെയും ജനാധിപത്യ ഉത്തരവാദിത്വത്തെയും കുറിച്ചുള്ള ഗൗരവമായ ചോദ്യങ്ങളുയർത്തി. പാർലമെന്റിന്റെ ഭരണഘടനാ ഭേദഗതി അധികാരത്തിന് കോടതി വരച്ച അതിരുകൾ എത്രമാത്രം ന്യായീകരിക്കപ്പെടാവുന്നതാണ് എന്നതാണ് ഈ ചർച്ചയുടെ കേന്ദ്രബിന്ദു. ജനപ്രാതിനിധ്യത്തിലൂടെ പ്രവർത്തിക്കുന്ന നിയമസഭയുടെ അധികാരം തിരഞ്ഞെടുക്കപ്പെടാത്ത നീതിപീഠത്തിന്റെ വ്യാഖ്യാനങ്ങൾക്ക് കീഴടങ്ങേണ്ടി വരുന്ന സാഹചര്യം ജനാധിപത്യ തത്വങ്ങളോട് എത്രത്തോളം പൊരുത്തപ്പെടുന്നു എന്നതും ഇതിലൂടെ ചോദ്യം ചെയ്യപ്പെടുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിനെ അനുകൂലിക്കുന്ന വാദങ്ങൾക്കപ്പുറം അതിന്റെ ഭരണഘടനാപരവും ജനാധിപത്യപരവുമായ പരിമിതികളെ വിമർശനാത്മകമായി പരിശോധിക്കേണ്ടതിന്റെ ആവശ്യകത ഉയർന്നുവരുന്നത്. ദ ക്രിറ്റിസിസം ഓഫ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ. ഇന്ത്യയുടെ അടിസ്ഥാന ഘടനാ സിദ്ധാന്തത്തെക്കുറിച്ചുള്ള വിമർശനം കേന്ദ്രീകരിക്കുന്നത് അതിന്റെ ഭരണഘടനാ അടിത്തറയുടെ അഭാവത്തിലാണ്. അവ്യക്തത, ജുഡീഷ്യൽ അതിരുകടക്കൽ, തിരഞ്ഞെടുക്കപ്പെടാത്ത ജഡ്ജിമാർക്ക് ഭേദഗതികൾ വീറ്റോ ചെയ്യാൻ അധികാരം നൽകുന്നതിലൂടെ പാർലമെന്ററി പരമാധികാരത്തെ ദുർബലപ്പെടുത്തൽ എന്നിവ സൃഷ്ടിക്കുന്നു. ഇത് ജനാധിപത്യ വിരുദ്ധമായ ഫലങ്ങളിലേക്കും നിയമസഭയുമായുള്ള അധികാര പോരാട്ടങ്ങളിലേക്കും നയിച്ചേക്കാം. കീ ക്രിറ്റിസിസംസ്. നോ കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസിസ്. ഭരണഘടനയിൽ ഈ സിദ്ധാന്തം വ്യക്തമായി പരാമർശിച്ചിട്ടില്ല. ഇത് ജുഡീഷ്യൽ വ്യാഖ്യാനത്തിൽ നിന്ന് ജനിച്ച ഒരു ഭരണഘടനാ വിരുദ്ധ വികാസമാക്കി മാറ്റുന്നു. വേഗ്നസ് ആൻഡ് സബ്ജക്റ്റിവിറ്റി. അടിസ്ഥാന സവിശേഷതകളുടെ സമഗ്രമായ ഒരു പട്ടികയുമില്ല. ഇത് അവ്യക്തതയിലേക്ക് നയിക്കുന്നു. ജഡ്ജിമാർക്ക് വിശാലമായ വിവേചനാധികാരം അനുവദിക്കുന്നു. ഇത് പൊരുത്തക്കേടില്ലാത്ത പ്രയോഗത്തിനും ആത്മനിഷ്ഠമായ വിധികൾക്കും കാരണമാകും. ജുഡീഷ്യൽ ഓവർറീച്ച് ആൻഡ് ആക്ടിവിസം. ദേശീയ ജുഡീഷ്യൽ നിയമന കമ്മീഷൻ പോലുള്ള കേസുകളിൽ കാണുന്നതുപോലെ ഇത് ജുഡീഷ്യറിക്ക് അമിതമായ അധികാരം നൽകുന്നുണ്ടെന്നും ജഡ്ജിമാർക്ക് നിയമനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇടപെടാനും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ ഇഷ്ടത്തെ മറികടക്കാനും കഴിയുമെന്നും വിമർശകർ വാദിക്കുന്നു. വയലേഷൻ ഓഫ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. പാർലമെന്റ് പാസാക്കിയ ഭരണഘടനാ ഭേദഗതികൾ അസാധുവാക്കാൻ കോടതികളെ അനുവദിക്കുന്നത് നിയമനിർമ്മാണ ജുഡീഷ്യൽ ശാഖകളുടെ വ്യതിരിക്തമായ റോളുകളെ ലംഘിക്കുന്നു. ടൈറണി ഓഫ് ദി അൺഇലക്റ്റഡ്. രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുള്ള എതിരാളികൾ ഇതിനെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെ മേൽ തങ്ങളുടെ ഇഷ്ടം അടിച്ചേൽപ്പിക്കുന്ന തിരഞ്ഞെടുക്കപ്പെടാത്ത ജഡ്ജിമാരുടെ ഒരു രൂപമായി കാണുന്നു. ഈ ആശയത്തെ ചിലപ്പോൾ തിരഞ്ഞെടുക്കപ്പെടാത്തവരുടെ സ്വേച്ഛാധിപത്യം എന്ന് വിളിക്കുന്നു. ക്രിയേറ്റ്സ് അൺസർട്ടനിറ്റി. ഈ അന്തർലിഖിതമായ അവ്യക്തത അനുവദനീയമായ ഭേദഗതികളുടെ വ്യാപ്തി അവ്യക്തമാക്കുന്നു. ഇത് നിയമപരവും രാഷ്ട്രീയവുമായ അസ്ഥിരതയിലേക്ക് നയിക്കുന്നു.